വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനും ഒത്താശ ചെയ്ത കുട്ടിയുടെ അമ്മയ്ക്കും 180 വർഷം കഠിന തടവ് വിധിച്ച് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി. തടവിന് പുറമെ 11,75,000 രൂപ പിഴയും അടക്കണം. മദ്യം നൽകി അശ്ലീല വീഡിയോ കാണിച്ചായിരുന്നു പീഡനം. 2019 മുതൽ 2021 വരെ 2 വർഷം പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. മലപ്പുറം വനിതാ പോലീസാണ് കേസ് അന്വേഷിച്ചത്. തലയിൽ ക്യാമറയുണ്ടെന്നും പീഡന വിവരം പുറത്തു പറഞ്ഞാൽ അത് ഞങ്ങൾ അറിയുമെന്നും പറഞ്ഞ് ഇവർ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. IPC, പോക്സോ, ജുവനൈൽ ജസ്റ്റിസ് വകുപ്പുകൾ ചേർത്താണ് ശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ യുവതിയും പാലക്കാട് സ്വദേശിയായ യുവാവിനെയുമാണ് കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. വാദിക്ക് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സോമസുന്ദരൻ ഹാജരായി. 2019 തിരുവനന്തപുരം സ്വദേശിയായ യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് പാലക്കാട് സ്വദേശിക്കൊപ്പം പോയത്. കേസിലെ വിക്ടിമായ കുട്ടിയും കുടുംബവും തിരുവനന്തപുരം ജില്ലയിലാണ് താമസിച്ചു വന്നിരുന്നത്. അവിടെ താമസിച്ചു വരുമ്പോൾ കുട്ടിയുടെ അമ്മ കാമുകനുമായി ഫോണിൽ പരിചയപ്പെട്ട് 2019 ഒരു ദിവസം ഈ കുട്ടിയുമായി ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒളിച്ചോടിയ ശേഷം പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ 2 വാടക വീടുകളിലും 2019 മുതൽ 2021 വരെ കാലഘട്ടത്തിൽ ഇവർ താമസിച്ചു വന്നു. ഈ താമസിച്ചു വന്നിരുന്ന കാലഘട്ടത്തിൽ ഈ ഒന്നാം പ്രതി രണ്ടാം പ്രതിയായ അമ്മയുടെ സഹായത്തോടു കൂടി ഈ കുട്ടിയെ പലതവണ വീട്ടിൽ വെച്ച് ബലാത്സംഗത്തിനും ലൈംഗിക പീഡനങ്ങൾക്കും വിധേയമാക്കുകയാണ് ഉണ്ടായത്. പെറ്റമ്മയായ ഈ രണ്ടാം പ്രതി ഈ കുട്ടിയെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തി കുട്ടിക്ക് ബിയർ കൊടുക്കുകയും കുട്ടിക്ക് പോൺ വീഡിയോസ് മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും കുട്ടിയുടെ സാന്നിധ്യത്തിൽ ഈ പ്രതികൾ അമ്മയും കാമുകനും ചേർന്ന് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ ഒന്നാം പ്രതിക്ക് കാമുകനായ ഒന്നാം പ്രതിക്ക് ബലാത്സംഗം ചെയ്തതിന് വേണ്ടിയുള്ള ഡയറക്റ്റ് സഹായം ചെയ്തു കൊടുക്കുകയും ഈ കുട്ടിയെ ഓറൽ സെക്സിന് വരെ ഈ ഒന്നാം പ്രതി വിധേയമാക്കുന്നത് അമ്മയുടെ സഹായത്തോടു കൂടിയാണ്. ഈ കുട്ടി അമ്മയോട് പരാതി പറയുന്ന സമയത്ത് പോലും അവർ ഈ കുട്ടിയുടെ ഭാവി വിവാഹ ജീവിതത്തിന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവശ്യമാണ് എന്ന് പറഞ്ഞ് കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അമ്മ ഇൻറ്റൻഷനലി എയ്ഡ് ചെയ്തുകൊണ്ടും സഹായിച്ചുകൊണ്ടുമാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളതുകൊണ്ടും അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളതുകൊണ്ടും ഒന്നാം പ്രതിയായ കാമുകന് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ ബഹുമാനപ്പെട്ട കോടതി അമ്മയ്ക്കും നൽകിയിട്ടുണ്ട്. 180 കൊല്ലത്തെ കഠിന തടവ് അമ്മയ്ക്കും കോടതി വിധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടി ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമയങ്ങളിൽ ഈ അമ്മ കുട്ടിയോട് പറയുന്നത്, നിൻ്റെ തലയിലൊരു CCTV ചിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, നീ ഈ കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ഈ 2 വർഷക്കാലത്തോളം പ്രതികളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഈ ക്രൂര ലൈംഗിക പീഡനം കുട്ടി പുറത്തു പറയാതിരുന്നത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഈ കുട്ടിയുടെ അമ്മയുടെ കാമുകനോടൊത്ത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഒളിച്ചോടുന്ന സമയത്ത് അവരുടെ വീട്ടിൽ മറന്നു വെച്ചു പോയിരുന്ന സർട്ടിഫിക്കറ്റുകളും ചില രേഖകളും തിരിച്ചു കിട്ടുന്നതിനായി അമ്മയുടെ അച്ഛൻ്റെ പേരിൽ മലപ്പുറം പോലീസിൽ ഒരു പരാതി കൊടുക്കുകയും ആ പരാതി പ്രകാരം അമ്മയുടെ അച്ഛനെ മലപ്പുറം പോലീസ് വിളിച്ചു വരുത്തിയ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഈ അമ്മയുടെ അച്ഛൻ സ്റ്റേഷനിൽ ഹാജരായപ്പോൾ എനിക്ക് എൻ്റെ പേരക്കുട്ടിയെ ഒന്ന് കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ സമയത്ത് കുട്ടിയെ കാണുന്നതിന് പോലീസ് കൊടുത്ത അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ വാടക വീട്ടിലേക്ക് എത്തിയ ഈ പ്രതികൾ ഈ കുട്ടിയുടെ മുത്തച്ഛനെ കുട്ടിയെ കാണാൻ അനുവദിക്കാതെ കുട്ടിയെ അടച്ചിടുകയാണുണ്ടായത്. അതിനെ തുടർന്ന് പരിസരവാസികളൊക്കെ അവിടെ കൂടിയ സമയത്ത് ഈ കുട്ടിക്ക് ന്യായമായ രീതിയിലുള്ള പരിഗണന ഭക്ഷണമോ ഒന്നും കിട്ടാതെ കുട്ടിയെ വളരെയധികം ഉപദ്രവിക്കുന്നതായിട്ടുള്ളൊരു വിവരം പരിസരവാസികളിൽ നിന്നും ഈ കുട്ടിയുടെ മുത്തച്ഛന് ലഭിച്ചു. അവർ നേരെ അത് അത് ചൈൽഡ് ലൈനിൽ അറിയിക്കുകയും ചൈൽഡ് ലൈൻകാർ ഈ കാര്യം CWCയിൽ അറിയിച്ച് ഈ കുട്ടിയെ ഇവിടുന്ന് എടുത്ത് അവരെ മലപ്പുറം സ്നേഹിതയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് സ്നേഹിതയിലെ അവിടുത്തെ വനിതാ സ്റ്റാഫിനോട് ഈ കുട്ടി ചോദിക്കുകയാണ്, ചേച്ചി ഇങ്ങനെ ഒരു തലയിൽ ഏതെങ്കിലും കുട്ടികളെ തലയിൽ ഇങ്ങനെ CCTV വെക്കാൻ പറ്റുമോ? അപ്പോൾ അത് എന്താ മോൾ അങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കുട്ടിക്കുണ്ടായ അനുഭവങ്ങൾ മുഴുവൻ
ഈ സ്നേഹിതയിലെ സ്റ്റാഫിനോട് വിവരിക്കുന്നത്. സ്നേഹിതയിലെ സ്റ്റാഫ് പോലീസിനെ അറിയിച്ച പ്രകാരമാണ് മലപ്പുറം വനിതാ പോലീസ് ഈ കുട്ടിയുടെ മൊഴി സ്നേഹിതയിൽ വന്ന് രേഖപ്പെടുത്തി ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഈ കുട്ടിയെ ഇത്രയധികം പീഡനങ്ങൾക്ക് വിധേയമാക്കിയ രണ്ടാം പ്രതിക്ക് ഒരു പരിഗണനയും ശിക്ഷയിൽ കൊടുക്കേണ്ടതില്ല എന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി പരമാവധി ശിക്ഷ ഒന്നാം പ്രതിയോടൊപ്പം തന്നെ ഈ പ്രതിക്കും രണ്ടാം പ്രതിക്കും നൽകിയിട്ടുള്ളത്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.